99% ആൾക്കാർക്ക് ഗ്രീൻ ലൈനെ പറ്റി ഈ ഒരു പ്രശ്നം അറിയില്ല. സോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രീൻ ലൈനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്. സോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ബേസിക്കലി ഗ്രീൻ ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലെ ആമോലെഡ് ഡിസ്പ്ലേകളിൽ കാണുന്ന ഒരു തരം സാധനമാണ്. സോ നമ്മുടെ ആമോലെഡ് ഡിസ്പ്ലേകളിൽ മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ LED കൊണ്ടാണ്. സോ ഈ LED മൈന്യൂട്ട് കണക്റ്റേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ആ ഒരു പറ്റിയ കണക്റ്ററിൻ്റെ ഒറ്റൊരു ലൈനായിട്ട് വരും. സോ അതിന് ഗ്രീൻ ലൈൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, പിങ്ക് ലൈൻസ് വരാറുണ്ട്, അതുപോലെ തന്നെ വേറെ കുറേ ലൈൻസ് വരാറുണ്ട്. ബട്ട് മെയിനായിട്ട് വരാറുള്ള ഗ്രീൻ ലൈൻസ് ആണ്. ബിക്കോസ് ഗ്രീൻ LED ആണ് ഏറ്റവും വലിയ LED ആയിട്ടുള്ളത്. സോ ഭൂരിഭാഗം സ്മാർട്ട് ഫോൺസിലും ഗ്രീൻ ലൈൻ വരാനുള്ള കാരണം. സോ ഇത് എങ്ങനെയൊക്കെ വരുന്നു, അതിനെ തടയാനുള്ള മാർഗങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ 90% ഓഫ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഗ്രീൻ ലൈൻ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ഇഷ്യൂ ആണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സോ അതിനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഫാദറിൻ്റെ ഡിവൈസ് ആയിരുന്നു സാംസങ് ഗാലക്സി S21 FE. സോ അത് ജൂലൈയിലും കാണാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തത്. ബട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിനിപ്പോൾ ടോട്ടലായിട്ട് 7 ഗ്രീൻ ലൈൻ അതിൽ വന്നിട്ടുണ്ട്. സോ ഇത് ജൂലൈയിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതിൽ ഗ്രീൻ ലൈൻ വന്നത് ഡിസംബർ ഒരു സെക്കൻഡ് വീക്കോട് കൂടിയാണ് ഓരോന്നായി വരാൻ തുടങ്ങി. ഇപ്പോൾ 7 വരെ നിൽക്കുന്നു. ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെന്താണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ആ സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് പാനലൊന്ന് ഇളകിയിരിക്കുന്നത്. അവസാനം പുറത്ത് നമ്മൾ കേസ് ഊരി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവസാനം പോരും. സോ അപ്പോൾ അതിൻ്റെ അകത്ത് IP റേറ്റിംഗായിട്ട് തന്നെ ഇരിക്കുന്ന അഡ്ഹസീവ് ഗ്ലൂ എന്ന് പറയുന്ന സാധനമുണ്ട്. IP റേറ്റിങ്ങിന് അഡ്ഹസീവ് ഗ്ലൂ ആണ് വെക്കുന്നത്, വെള്ളം അകത്തേക്ക് കയറാണ്ടിരിക്കാനൊക്കെ. സോ ഈ ഗ്ലൂ ബാക്ക് പാനിൽ ഊരി പോന്നപ്പോൾ അത് മറ്റേതുമായിട്ട് റിയാക്ട് ചെയ്ത് ചൂടായി ആ സാധനം ഉരുകി നമ്മുടെ ഡിസ്പ്ലേ കണക്റ്റേഴ്സിലേക്ക് വീണിട്ടാണ് അതിൽ ഗ്രീൻ ലൈൻ വന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടല്ല. ബിക്കോസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് 6 months കഴിഞ്ഞിട്ട് ഒരിക്കലും ഗ്രീൻ ലൈൻ വരികയില്ല. വരേണ്ടതാണെങ്കിൽ അപ്പോൾ വരേണ്ടതായിരുന്നു. ഒരു കാരണം മാത്രമാണ് ഗ്രീൻ ലൈൻ വരാൻ ഞാൻ പറയുന്നില്ല. അറ്റ്മോസ്ഫിയർ ബേസ്ഡ് ഇഷ്യൂ ഉണ്ടാവാം, അതുപോലെ തന്നെ മോയ്സ്ചർ, അതുപോലെ തന്നെ ഹീറ്റിൻ്റെ ഇതൊക്കെ ആയിട്ട് ഗ്രീൻ ലൈൻ വരാനുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ എങ്ങനെയാണ് ഗ്രീൻ ലൈൻ വരുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ അങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഗ്രീൻ ലൈൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ ഡിസ്പ്ലേയിൽ കുഞ്ഞി കണക്റ്റേഴ്സ് ഉണ്ടെന്ന്. സോ ഈ കണക്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഡിസ്പ്ലേ എന്തൊക്കെ കളർ കാണിക്കണം, എങ്ങനെ ആണ് ഡിസ്പ്ലേ പെരുമാറേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനായിട്ട് ഡിസ്പ്ലേ ഡ്രൈവർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ DDIC എന്ന് പറയുന്ന സാധനമുണ്ട്. സോ ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് പോകുമ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടണം, 1 Hz നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വരണം, ഗെയിം കളിക്കുമ്പോൾ 120 Hz റിഫ്രഷ് ചെയ്യണം, അതുപോലെ തന്നെ നാച്ചുറലായിട്ട് നല്ല കളേഴ്സൊക്കെ നൽകണം എന്നതാണ് ഈ ഒരു ഡ്രൈവർ തീരുമാനിക്കുന്നത്. സോ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരിക എന്ന് വിചാരിച്ചു. സോ അത് കഴിയുമ്പോൾ നമ്മുടെ ഈ പുതിയ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ DDIC അഥവാ DDICക്കും ഒരു ഫേംവെയർ അപ്ഡേറ്റ് വരും. സോ അപ്പോൾ ഇത് അപ്ഡേറ്റ് നടക്കുമ്പോൾ നമ്മുടെ DDICക്ക് ഡിസ്പ്ലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. സോ അപ്പോൾ ആ DDIC അതിൽ നിന്നുള്ള കണക്ഷൻ കട്ടാക്കി നമ്മുടെ ബേസിക് ഡ്രൈവർ എന്ന സാധനത്തിൽ കൊടുക്കും. ബേസിക് ഡ്രൈവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രോഗ്രസ് ബാർ ലോഗോ ഒക്കെ കാണിക്കുന്ന സാധനമില്ലേ. സോ അതാണ് ബേസിക് ഡ്രൈവറിൻ്റെ പണി. സോ ഇതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 100% ബ്രൈറ്റ്നസ്സിൽ ഇടും, അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിടും, അതുപോലെ തന്നെ സാധാ കളേഴ്സൊക്കെ മതി എന്ന് പറഞ്ഞിടും. സോ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡിസ്പ്ലേയുടെ അകത്ത് കണക്റ്റേഴ്സ് നന്നായിട്ട് ചൂടായിരിക്കും. സോ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ ഫയൽസൊക്കെ മാറ്റി എഴുതാനായിട്ട് DEX2OT എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. സോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇതിൽ നമ്മുടെ CPU 100% ചൂടാവും. സോ നമ്മുടെ ഡിസ്പ്ലേ കണക്റ്റേഴ്സിൻ്റെ ചൂടും CPUവിൻ്റെ ചൂടും കൂടി ഒന്നിച്ച് ചേർന്ന് അവിടെ ഒരു ചൂടായി അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഒറ്റ നമുക്ക് കേൾക്കാൻ പറ്റിയില്ല, അവിടെ ഇത് പൊട്ടിത്തെറി പോലെ ചെറിയൊരു സ്പാർക്ക് പോലെ ഉണ്ടായിട്ട് അവിടെ ഒരു ഗ്രീൻ ലൈൻ ആയിട്ട് വരും. സോ ബേസിക്കലി ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഗ്രീൻ ലൈൻ വരുന്നത്. ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ മെയിനായിട്ട് ഗ്രീൻ ലൈൻ വരുന്നത്. അപ്പോൾ ഗ്രീൻ ലൈൻ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനെങ്ങനെ തടയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ പോയിരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് 3-4 മണിക്കൂർ നമ്മൾ ഗെയിം കളിക്കുന്നത്, അതുപോലെ തന്നെ ഹെവി ടാസ്ക് കൊടുക്കുന്നത് ഒഴിവാക്കുക. ബിക്കോസ് ചൂട് കാരണം ഞാൻ പറഞ്ഞ അഡ്ഹസീവ് ഗ്ലൂ ഇല്ലേ, സോ ആ സാധനം ഉരുക്കി പിടിച്ച് നമ്മുടെ ഡിസ്പ്ലേയുടെ അകത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത് ബേസിക്കായിട്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.